ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ പദ്ധതിയുണ്ടോ? അല്പം കാത്തിരുന്നാൽ വലിയ ലാഭത്തിൽ വാഹനങ്ങൾ സ്വന്തമാക്കാം. ഇന്ത്യയിൽ വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ മൂന്നാം ഘട്ട സബ്സിഡി പദ്ധതി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഫെയിം പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് 2 മാസങ്ങൾക്കുള്ളിൽ അന്തിമ രൂപം നൽകുമെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി പറഞ്ഞു. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് 2015-ലാണ് ഫെയിം പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിയുടെ 2ാം പതിപ്പിന് 10,000 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. 2019 ഏപ്രിൽ 1 തുടങ്ങിയ പദ്ധതി ഈ വർഷം മാർച്ച് 31 അവസാനിച്ചു. പദ്ധതിയുടെ ഭാഗമായി 16 ലക്ഷത്തിൽ പരം ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് സബ്സിഡി അനുവദിച്ചത്. ഫെയിം 2ാം ഘട്ടം അവസാനിച്ചെങ്കിലും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് തുടർന്നിരുന്നു. EMPS എന്ന പേരിലാണ് കേന്ദ്രം ഇടക്കാല പദ്ധതി കൊണ്ടുവന്നത്. സബ്സിഡി നിർത്തിയതോടെ രാജ്യത്തെ വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ വലിയ കുറവാണ് സംഭവിച്ചത്. വിപണിയിലെ അനിശ്ചിതത്വങ്ങളും സർവീസിലെ പോരായ്മകളും നിർമ്മാണത്തിലെ പാകപ്പിഴകളും കാരണം മിക്കവരും EV എടുക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. ഇത് പരിഹരിക്കാനും കൂടുതൽ ഉപയോക്താക്കളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആകർഷിക്കാനുമാണ് ഫെയിം 3 പദ്ധതി നടപ്പിലാക്കുന്നത്. ഫെയിം പദ്ധതിയുടെ 3ാം ഘട്ടം ഇക്കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ബജറ്റിൽ ഫെയിം പദ്ധതി പ്രഖ്യാപിച്ചില്ല. പദ്ധതി പുനരാവിഷ്കരിച്ച് ഫെയിം 3യുടെ പദ്ധതി തുക 11,500 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്.